രാജ്യദ്രോഹപരമായേക്കാവുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് പോകാതിരിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ആക്ടിൻ്റെ പരമാധിപരമായിട്ടുള്ള ഉദ്ദേശം. UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഫണ്ട് വരികയും അത് കോൺഗ്രസിനും BJPക്കും 8 കോടി രൂപ വീതം 2004 മുതൽ 2009 വരെയുള്ള കാലയളവിൽ കിട്ടുകയും സംഭാവനയായിട്ട് കിട്ടുക. സെൻട്രൽ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കുകയോ എന്ത് വേണോ ചെയ്യാമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കും. എങ്ങനെ വന്നാലും ഒരു 150 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടാവേണ്ട ഒരു സ്ഥലത്ത് അവരുടെ ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റ് 1,26,00,000 രൂപയുടെ ഫിക്സ്ഡ് അസറ്റാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ 2016 കോൺഗ്രസിനും BJPക്കും ഒരുപോലെ താല്പര്യമായിരുന്നു മുൻകാല പ്രാബല്യത്തോടു കൂടി ഈ നിയമം ഭേദഗതി ചെയ്യാൻ. കാരണം 2013 ഡൽഹി ഹൈക്കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി നമ്മൾ പരിശോധിച്ചപ്പോഴത്തേക്കും കേരളത്തിലുള്ള മിക്കവാറും ഒരു 5 രൂപതകളെടുത്ത് പരിശോധിച്ചു, അതേപോലെ സൊസൈറ്റികളെടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്കും എല്ലാവരുടെയും കണക്കുകളിൽ പല അനോമലീസ് പോയി കാണുന്നുണ്ടായി. സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുള്ള അധികാരങ്ങൾ പൂർണ്ണമായും നഷ്ടമാവുകയും എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അമെന്റ്മെന്റിന്റെ ഒരു സുപ്രധാനമായ വിഷയം. മറ്റാളുകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എന്തുകൊണ്ട് ഈ കത്തോലിക്ക സഭയ്ക്ക് മാത്രം വരുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാന ഒരു ചോദ്യം തന്നെയാണ്. കേരളത്തിലും ഇന്ത്യയിലും ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് കേന്ദ്ര സർക്കാർ പുതുതായിട്ട് കൊണ്ടുവന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിലെ ഭേദഗതികൾ, അല്ലെങ്കിൽ FCRA നിയമത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന ഭേദഗതികൾ. ഈ FCRA നിയമം എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും അവർക്ക് ലഭിക്കുന്ന സംഭാവനകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ നിയന്ത്രണങ്ങളും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എല്ലാമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു നിയമമാണ്. അപ്പോൾ FCRA നിയമം ഇന്ത്യയിൽ ആദ്യമായി പ്രാബല്യത്തിൽ വരുന്നത് 1976 അതിനുശേഷം ആ നിയമത്തിൽ പല ഭേദഗതികളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ നിയമ ഭേദഗതി വളരെയധികം വിവാദമായിട്ടുള്ള ഒരു വിഷയമായിട്ടുണ്ട്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ജേക്കബ് സന്തോഷാണ്. ജേക്കബ് സന്തോഷ് RTA ആക്ടിവിസ്റ്റ് എന്നുള്ള നിലയിലും അല്ലാതെയുള്ള നിലയിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങളിൽ നേരത്തെ തന്നെ ലേഖനങ്ങൾ എഴുതുകയും മറ്റും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ജേക്കബ് സന്തോഷിന് സ്വാഗതം. എന്താണ് ഇപ്പോഴത്തെ ഈ FCRA നിയമം, ഈ ഭേദഗതി ഇത്രയധികം വിവാദമാവുന്നതിനുള്ളൊരു കാരണം? ഈ FCRA നിയമം നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1976 അതായത് അടിയന്തരാവസ്ഥ കാലത്ത് ആണ് ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഇത് നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. ആ നിയമം അന്ന് മുതൽ പിന്നെ അതേ തലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2010 ആണ് പിന്നെ സമൂലമായ മാറ്റം നടത്തിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ അറിയപ്പെടുന്നത് FCRA ആക്ട് 2010 എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പം അതിനെ തുടർന്ന് കുറേയധികം മാറ്റങ്ങൾ, അതായത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ നിയമത്തിൻ്റെ കണ്ടീഷൻസ് തന്നെ പലതും മാറ്റം വരുത്തിക്കൊണ്ട് മിക്കവാറും ഓൺലൈൻ സംവിധാനത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഉള്ള ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടും ആ കാലത്ത് കൊണ്ടുവന്നത്. 2010 കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റേ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ്, ഉദാഹരണം പറയുകയാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് 50% വരെ സാധാരണഗതിയിൽ നിയമപ്രകാരം പോകാം. അതായത് ഒരു സ്ഥാപനം നടത്തുന്ന സ്ഥാപനത്തിന് കിട്ടുന്ന 50% വരെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് പോകാം. ഇത് പിന്നീട് 2020 ഒരു അമെൻമെന്റ് വന്നപ്പോഴത്തേക്കും അത് 20% ചുരുക്കി. അതുപോലെ 2016 ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു അമെൻമെന്റ് വന്നു. അതിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുള്ള ഡൊണേഷൻ, അതായത് ഈ നിയമത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് തുക വാങ്ങി ഇവിടെ ഇന്ത്യയിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റിയോ അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങളോ അത്തരം രാജ്യദ്രോഹപരമായേക്കാവുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് പോകാതിരിക്കാനും തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ഫണ്ട് പോകാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ ആക്ടിൻ്റെ പരമാധിപരമായിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ തന്നെ ഒരു പ്രധാനമായിട്ടുള്ളൊരു മാറ്റം വരുത്തിക്കൊണ്ടാണ് 2016 ഈ അമെൻമെന്റ് വരുന്നത്, ഭേദഗതി വന്നത്. അതിന് കാരണമായിട്ടുണ്ടായിരുന്ന വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദാന്ത എന്ന UK ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഫണ്ട് വരികയും അത് കോൺഗ്രസിനും BJPക്കും 8 കോടി രൂപ വീതം 2004 മുതൽ 2009 വരെയുള്ള കാലയളവിൽ
കിട്ടുകയും സംഭാവനയായിട്ട് കിട്ടുക. അത് NSU കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള NSUIക്ക് തുടങ്ങി മറ്റേ അവരുടെ മാതൃസംഘടനയ്ക്കും അതേപോലെ തന്നെ സംഘപരിവാർ റിലേറ്റഡായിട്ടുള്ള BJP റിലേറ്റഡ് സംഘടനകൾക്കും കിട്ടി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ 2013 ഒരു WPC വരികയും 113/2013 WPC ഫയലാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡൽഹി ഹൈക്കോടതി ഇലക്ഷൻ കമ്മീഷണർ നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. ഈ പറയുന്ന സംഗതികൾ പ്രൂവ്ഡാണ്. ഈ കമ്പനികളിൽ നിന്നും പൈസ കിട്ടി എന്നുള്ളത് പ്രൂവ്ഡാണ്. അതുകൊണ്ടിട്ട് ഇവർക്കെതിരെ ഇലക്ഷൻ കമ്മീഷൻ കോൺഗ്രസിനും BJPക്കും എതിരെ. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേരുടെയും രജിസ്ട്രേഷനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയം മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ 2016 അമെൻമെൻറ്റ് കൊണ്ടുവരികയാണ്. അതായത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഈ പറയുന്ന വേദാന്ത കമ്പനിയുടെ ഇന്ത്യയിലുള്ള സബ്സിഡിയറി ആയിട്ടുള്ള സ്റ്റെർലൈറ്റും സേസാഗോ അവർക്ക് മൈനിങ് ലൈസൻസ് ഒക്കെ ഉള്ള അവരുടെ ആ കമ്പനികളിലേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ട് അതിൽ നിന്ന് പൈസ ഇന്ത്യയിൽ അപ്പോൾ ഇന്ത്യൻ കമ്പനിയിൽ നിന്നുള്ള പൈസയായിട്ട് റൂട്ട് ചെയ്യാനായിട്ട് ഈ പഴയ പൂർവ്വകാല പ്രാബല്യത്തോടുകൂടെ ഈ നിയമം അമെൻഡ് ചെയ്യാനായിട്ട് രണ്ടുപേരും കൂടെ യോജിച്ചു. ഈ ഒരു ചരിത്രം മുന്നിലുള്ളപ്പോഴാണ് ഇപ്പം നമ്മളിവിടെ വിവാദമായിട്ടുള്ള പുതിയ FCRA അമെൻമെൻറ്റ് 2026 വരുന്നത്. അവിടെയും റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ ഉള്ള കണ്ടീഷൻസ് പലതും വരുന്നുണ്ട്. അതായത് മുൻകാല പ്രാബല്യത്തോടുകൂടെ 2016 കോൺഗ്രസിനും BJPക്കും ഒരുപോലെ താല്പര്യമായിരുന്നു മുൻകാല പ്രാബല്യത്തോടുകൂടി ഈ നിയമം ഭേദഗതി ചെയ്യാൻ. കാരണം 2013 ഡൽഹി ഹൈക്കോടതി വിധിയെ മറികടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പാർലമെന്റിൽ ഇങ്ങനെ ഒരു അതായത് പൂർവ്വകാല പ്രാബല്യത്തോടുകൂടെ ഈ പ്രധാനമായിട്ടും ഇതിലൊരു പുതിയൊരു ചാപ്റ്റർ കൊണ്ടുവരികയാണ്. ചാപ്റ്റർ 3A എന്ന് പറഞ്ഞിട്ട്. അതായത് സെക്ഷൻ 15 പറയുന്നിരുന്നത് അസറ്റുകൾ, അതായത് ഏതെങ്കിലും ഒരു സ്ഥാപനം തെറ്റായ രീതിയിൽ, അതായത് നിയമപരമായിട്ടല്ലാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവർത്തനം തേടുന്നത് അവർ അസറ്റുകൾ ടേക്ക് ഓവർ ചെയ്യാന്നുള്ള ഒരു കണ്ടീഷൻ പിടിച്ചെടുക്കാം. അത് സർക്കാരിന് അതിൻ്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരും. അതിൻ്റെ തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ വേണം എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത കൊണ്ടുവരാനുള്ള ഭാവേനയാണ് ഈ പറയുന്ന ചാപ്റ്റർ 3A, അതായത് സെക്ഷൻ 16 എന്ന് പറഞ്ഞിട്ടൊരു കുറേ അമെൻമെൻറ്റ് ചേർത്തുകൊണ്ട് അതിൽ സബ് സെക്ഷൻസ് എല്ലാം ചേർത്തുകൊണ്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ 16 വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് പ്രധാനമായും സെക്ഷൻ 16A പ്രകാരം പറയുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ അസറ്റ്സ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ഓഫ് എനി പേഴ്സൺ ഹൂ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ ക്യാൻസൽഡ് അണ്ടർ സെക്ഷൻ 14. ഏതെങ്കിലും കാരണവശാൽ സർക്കാർ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൂ ഹാവ് സറണ്ടേർഡ് ദ സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 14A. ഒരു സ്ഥാപനത്തിന് 10-20 വർഷം മുമ്പേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവർ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടോ മറ്റോ ഒരു ഫോറിൻ ഫണ്ട് വന്നിരുന്നു. തുടർന്ന് അവരുടെ ആ കൺസ്ട്രക്ഷൻ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്ത്യൻ ഫണ്ട് വെച്ചിട്ടായിരിക്കും അത് തുടർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 1% 50% അല്ലെങ്കിൽ 10% 5% എങ്കിലും ഫോറിൻ ഫണ്ട് വന്നായിരുന്നു. തുടർന്ന് അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഫണ്ട് വെച്ചിട്ടാണ് പോകുന്നത്. പിന്നെ അതിന്റെ ആവശ്യമില്ല. അപ്പോൾ അവർ റിന്യൂ ചെയ്യുന്നില്ല, സറണ്ടർ ചെയ്ത സാഹചര്യം. അല്ലാത്ത പക്ഷം ഹൂ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സീസ്ഡ് അണ്ടർ സെക്ഷൻ 14B ഓഫ് എനി റൂൾ മെയ്ഡ് ദെയർ അണ്ടർ. കൂടെ അല്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിലും ഈ പറഞ്ഞ 14B പ്രകാരം സെൻട്രൽ ഗവൺമെൻറ് അതോറിറ്റി ഈ സ്ഥാപനത്തിനെതിരെ ഏതെങ്കിലും സാഹചര്യത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ പറയുന്ന സെക്ഷൻ 16A പ്രകാരം ഇത് ഈ പറഞ്ഞ അതോറിറ്റിയിലേക്ക് വെസ്റ്റ് ചെയ്യും, ആസ്തി വെസ്റ്റ് ചെയ്യും. അത് 2 ടൈപ്പ് വെസ്റ്റിംഗ് ഉണ്ട്, ടെമ്പററി ആൻഡ് പെർമനന്റ്. ഇനീഷ്യൽ സ്റ്റേജിനകത്ത് അതൊരു ടെമ്പററി വെസ്റ്റിംഗ് ആണ്. അത് ഇന്ന് നമുക്ക് ഈ പറയുന്ന കക്ഷികൾക്ക് ചാലഞ്ച് ചെയ്തുകൊണ്ട് അതോറിറ്റി അത് വേണമെന്നുണ്ടെങ്കിൽ റീകൺസിഡർ ചെയ്തുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ അത് നമ്മൾ നേരത്തെ ഈ ആക്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ മദർ തെരേസയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ രജിസ്ട്രേഷൻ 2021 മറ്റോ ക്യാൻസൽ ചെയ്തിട്ട് അത് അവർ സസ്പെൻഡ് ചെയ്യുകയും അത് തുടർന്ന് ഇവർ ടേക്കപ്പ് ചെയ്ത് പല ഇടപെടലുകളിലൂടെയും മറ്റും അത് രണ്ടാമത് പുനഃസ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രൊസീഡിങ്സ് ആവാം. അത് പ്രധാന വിഷയമായിട്ട് വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ അസറ്റുകൾ മുഴുവൻ ഈ പറയുന്ന അതോറിറ്റിയിലേക്ക് വെസ്റ്റ് ചെയ്യുമ്പം ആദ്യം പറഞ്ഞ പോലെ യാതൊരു ക്രൈമും അവിടെ നടന്നിട്ടില്ല, ഞങ്ങളുടെ ഫോറിൻ ഫണ്ട് ആക്ടിവിറ്റി ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു, ഇനി ഞങ്ങൾ ഇന്ത്യൻ ഫണ്ടിലാണ് പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ സറണ്ടർ ചെയ്തു. അവിടെ അതായത് നമ്മളൊരു രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷവും
FC4 എന്ന് പറഞ്ഞിട്ടൊരു ഫോം ഫയൽ ചെയ്യണം. ആ ഫോം ഡിസംബർ മാസത്തിൽ കലണ്ടർ മന്തിലാണ്. ഡിസംബർ മാസം ക്ലോസ് ചെയ്തിട്ട് ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് മറ്റേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് പ്രകാരവും ഈ പറയുന്ന ഫോറിൻ ഫണ്ട് റെഗുലേഷൻ ആക്ട് പ്രകാരവുമുള്ള പ്രൊവിഷൻസും പ്രകാരം എല്ലാം പരിശോധിച്ച് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതിനെല്ലാം വേണ്ട കറക്റ്റീവ് സ്റ്റെപ്സുകളും എല്ലാം റെക്കമെൻഡ് ചെയ്ത് അല്ലെങ്കിൽ കറക്ഷൻ ചെയ്തിട്ടാണ് ഇതുകൊണ്ടൊന്ന് ഫയൽ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു എന്തെങ്കിലും ഒരു തെറ്റായ കാര്യം നടന്നതായിട്ട് സർക്കാരിനും കേസില്ല, ഈ പറയുന്ന കമ്പനിക്കും കേസില്ല, അവിടെ ക്ലിയറാണ്. പക്ഷേ ആ ഒരു സ്ഥാപനം ഞങ്ങൾ നിർത്തി എന്ന് പറഞ്ഞിട്ട് ഇത് ഈ പറയുന്ന അതോറിറ്റിയിലേക്ക് വെസ്റ്റ് ചെയ്യുന്നത് റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് തന്നെയാണ് അവിടെ ഇല്ലാണ്ടാവും. കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഒരു ഭാഗത്ത് ഇല്ലാതാവുന്നുള്ളൊരു പ്രശ്നം. പിന്നെ അതായത് നമ്മളുടെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിൻ്റെ ചട്ടങ്ങളും റെഗുലേഷൻസും അതനുസരിച്ച് പ്രവർത്തിച്ച് നിന്ന് അതിൻ്റെ ഒരു എന്താണ് യുക്തിപരമായ ഒരു കൺക്ലൂഷനിലെത്തിയ ആ പോയിന്റ് വളരെ പ്രധാനം. അതായത് ഇവിടെ ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ നടക്കാതെ ഒരു അതോറിറ്റി സെൻട്രൽ ഗവൺമെൻറ് വെക്കുമെന്നാണ് പറയുന്നത്. ഈ അതോറിറ്റിയുടെ അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്നോ അല്ലെങ്കിൽ അവരുടെ നടപടിക്രമങ്ങൾ എന്താണെന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം വൈകാണ്. കൂടാതെ അതായത് 2026 ഇപ്പോൾ ഈ പറയുന്ന അമെൻമെൻറ്റ് വരുന്നതിന് മുമ്പേ ഉള്ള ആക്ടിലുള്ള ഒരു പ്രൊവിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയ്ക്ക് അതിനകത്ത് എന്തെങ്കിലും ഒരു അനോമലി നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 കോടിക്ക് താഴെയാണെങ്കിൽ അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ക്രൈം ബ്രാഞ്ച് ഡിപ്പാർട്ട്മെന്റ് പോലീസ് അന്വേഷിക്കും, സ്റ്റേറ്റ് ലെവലിലുള്ള എക്കണോമിക് ഒഫൻസ് വിങ് അന്വേഷിക്കുക പറയുന്നത്. അതല്ലാത്ത കൂടുതലാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ആ വിഷയം ഏറ്റെടുത്തിട്ട് അത് CBI എൻക്വയറിക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കുറച്ച് നാളായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ കുറച്ച് നാളായിട്ട് ഈ FCRA വിഷയത്തിനകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കണ്ടെത്തിയ ഞങ്ങളൊരു ചർച്ച് റിഫോമിസ്റ്റ് മൂവ്മെൻ്റ് എന്നുള്ള നിലയിൽ കണ്ടെത്തിയ കുറേ അധികം കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന FCRA പോർട്ടലിലുള്ള വിഷയം, അതായത് 2008-09 മുതൽ നമുക്ക് ഏകദേശം 2018 വരെയുള്ള കാലത്ത് കൃത്യമായിട്ടുള്ള 10 വർഷത്തെ കാലയളവിൽ കൃത്യമായി നമുക്ക് ഈ FC4 പ്രകാരം ഫയൽ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ഈ പോർട്ടലിൽ ലഭ്യമാണ്. അതായത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വലിയ രീതിയിൽ അതിനൊരു സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പം സെക്ഷൻ 4 RTI ആക്ട് സെക്ഷൻ 4 പ്രകാരം പബ്ലിക്കിന് ആക്സസ് കൊടുക്കേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക എന്നുള്ളതിനകത്താണ്. അങ്ങനെ നമ്മൾ പരിശോധിച്ചപ്പോഴത്തേക്കും കേരളത്തിലുള്ള മിക്കവാറും ഒരു 5 രൂപതകളെടുത്ത് പരിശോധിച്ചു, അതേപോലെ സൊസൈറ്റികളെടുത്ത് പരിശോധിച്ചപ്പോഴത്തേക്ക് എല്ലാവരുടെയും കണക്കുകളിൽ പല അനോമലീസ് കാണുന്നുണ്ടായി. അപ്പോൾ അതിനകത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എമൗണ്ട് വന്നിരിക്കുന്നു, അത് ഏതെങ്കിലും ഒരു അനാഥാലയത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് വന്നതെങ്കിൽ ആ പൈസ ആ വർഷം ചിലപ്പോൾ അതിൻ്റെ 10% ചിലവാക്കിയിട്ടുണ്ടാവും, 90% ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുണ്ടാവും. അത് അടുത്ത വർഷം വരുമ്പോഴത്തേക്കും ആ ഹെഡിലായിരിക്കില്ല അത് ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്, അത് വേറെ ജനറൽ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് മിസ്ലീനിയസ് എക്സ്പെൻസിൻ്റെ ഹെഡിലേക്കൊക്കെ മാറ്റിയിടുന്നതാണ്. അതുമാത്രമല്ല, ചിലപ്പം ഈ വർഷം ബാലൻസ് ഒരു 2 കോടി ഉണ്ടെങ്കിൽ അടുത്ത വർഷം എടുക്കുമ്പോഴത്തേക്കും അത് 1 കോടി ആയിട്ട് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഈ ഇത്തരം ഡിസ്പാരിറ്റീസ് ഇങ്ങനെ ഫയൽ ചെയ്യുന്നതും ശ്രദ്ധയിൽപ്പെട്ട് നമ്മളത് ഇവരോട് ചോദിച്ചു, ഈ ആഭ്യന്തര വകുപ്പിനോട് ചോദിച്ചു, നിങ്ങളിത് ഇത്രയും ഡിസ്പാരിറ്റി ഉണ്ട്, എന്താണ് നടപടി എടുക്കാറ്? അപ്പോൾ അവർ പറഞ്ഞാൽ നമുക്ക് ഏകദേശം 44,000 സംഘടനകൾ ഇന്ത്യയിൽ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 44,000 സംഘടനകളിൽ അവർ തന്നെ പറയുന്നുണ്ട് 15,000 സംഘടനകളെ പ്രോപ്പറായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യണം, ബാക്കിയുള്ളതെല്ലാം പ്രവർത്തനരഹിതമായിട്ടുള്ള സംഘടനകളാണ്. എങ്കിലും ചിലപ്പോൾ നീൽ റിട്ടേണൊക്കെ ഫയൽ ചെയ്യണ്ടാവും. ഏതായാലും ഇത്ര സംഗതികൾ ഇത് പരിശോധിക്കാനായിട്ടുള്ള ഒരു അക്കൗണ്ട് അനാലിസിസ് വിങ് FCRA സംവിധാനം, അതായത് ഈ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ ഇല്ലാത്തത് അതുകൊണ്ടിട്ടാണ് ഞങ്ങളിങ്ങനെ പോർട്ടലിൽ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്യുന്നത്. നിങ്ങൾ പബ്ലിക്ക് അത് പരിശോധിച്ചിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഈ വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, ഞങ്ങളത് ചെയ്തു. ഇത് ശ്രദ്ധയിൽപ്പെടുത്തി ഈ തുടർന്നുള്ള ഈ പറയുന്ന ആക്റ്റിലുള്ള അമെൻമെൻറ്റുകളും പലതും എല്ലാം വന്നു തുടങ്ങി. പിന്നീട് ഈ സംഗതികളെല്ലാം ആ പോർട്ടലിൽ നിന്നും അപ്രത്യക്ഷമായി. 2020 ശേഷം പിന്നെ നമുക്ക് ഈ ഇൻഫർമേഷൻ ഒന്നും കിട്ടില്ല. അപ്പം ഇപ്പം നമുക്ക് വളരെ വെയ്ഗായിട്ടുള്ള കുറച്ച് ചിത്രങ്ങൾ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പം പറയണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് 55,000-ഓളം സംഘടനകൾക്ക് ഇന്ത്യയിൽ നിന്ന് വിദേശ ഫണ്ട് കിട്ടിയിരുന്നു. അതിപ്പം 15,000 ആയിട്ട് കുറഞ്ഞു. അത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കൃത്യമായ മോണിറ്ററിങ്ങിൻ്റെയും മറ്റു ഭാഗമായിട്ട് പലരും ഇതെല്ലാം ഉപേക്ഷിച്ച് പോയി എന്നുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണ്?
അതിൽ ഇവർ പറയുന്നതിനകത്ത് കുറേ കാര്യങ്ങൾ ശരിയായിട്ടുള്ള വസ്തുതകളാണ്. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ഈ അനോമലി പല സംഘടനകളും ഫയൽ ചെയ്യുന്ന റിട്ടേണിനകത്ത് കാണാൻ കഴിയും. പക്ഷെ അതിനകത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വിഷയം, ഇപ്പോൾ ഒരു പ്രയർ അപ്രൂവൽ എന്നുള്ളൊരു സംവിധാനം കൊണ്ടുവന്നുണ്ട്. ഈ പുതിയ കുറച്ച്, അതായത് ഒരു 4-5 വർഷമായിട്ടുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ ഫണ്ട് വരുമ്പം നമ്മൾ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും നമ്മളൊരു പ്രയർ അപ്രൂവലിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എടുത്തിട്ടാൽ മതി. അത് തുടർന്ന് ഒരു 3 വർഷത്തിനകം പിന്നെ ഇതെല്ലാം നമ്മൾ റെഗുലറൈസ് ചെയ്താൽ മതി. അപ്പം അങ്ങനത്തെ കുറേ സംഘടനകൾ, അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇവർക്ക് വേണമെങ്കിൽ ഈ പറയുന്ന അപ്രൂവൽ കൊടുക്കാം എന്നുള്ള അങ്ങനൊരു അതിനൊരു ക്ലാരിറ്റി ഉണ്ടാകുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ ഈ അമെൻമെൻറ്റിനകത്ത് അത് കുറച്ചും കൂടി വ്യക്തമാക്കി. അതായത് ഈ പറയുന്ന സ്വത്ത് വെസ്റ്റ് ചെയ്യുന്ന ആ പ്രൊവിഷൻ ഉണ്ടല്ലോ, അത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ വേവ് ചെയ്യാം. ശരി, ഓക്കെ. ഇപ്പം 10 പേർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനകത്ത് 8 പേരുടെ ഞങ്ങൾ വെസ്റ്റ് ചെയ്തു, ബാക്കി 2 പേരെ ഞങ്ങളിപ്പോൾ തൽക്കാലം ഒഴിവാക്കാം. അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലും സ്റ്റേറ്റിന് അന്വേഷിക്കാവുന്ന ആ 1 കോടിക്ക് താഴെ ഉള്ള വിഷയം അത് മുഴുവൻ ടേക്ക് ഓവർ ചെയ്തിട്ട് അതും സെൻട്രൽ ഗവൺമെൻറ്റിന് ആവശ്യമെങ്കിൽ അവരുടെ തീരുമാനത്തിന് വിധേയമായിട്ട് മാത്രം അന്വേഷണങ്ങൾ നടത്താൻ പാടുള്ളൂ. സ്റ്റേറ്റിന് അതിനകത്ത് വേറെ ഒരു കൺട്രോളും സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കുള്ള അധികാരങ്ങൾ പൂർണ്ണമായും നഷ്ടമാവുകയും എല്ലാ അധികാരവും കേന്ദ്ര സർക്കാരിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ അമെൻമെന്റിന്റെ ഒരു സുപ്രധാനമായ വിഷയം. അതുകൊണ്ട് ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിനെ ഉപയോഗിക്കുകയോ എന്ത് വേണോ ചെയ്യാമെന്നുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ ഒരു വിവാദം കത്തോലിക്ക സഭയും കേന്ദ്ര സർക്കാരും എന്നുള്ള ഒരു 2 വേഴ്സസ് കേന്ദ്ര സർക്കാർ എന്നുള്ള വിധത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, ആ ഒരു നരേറ്റീവ്, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കത്തോലിക്ക സഭ ആസ് എ ഹോൾ ബാധിക്കുന്ന ഒരു വിഷയം ആണെങ്കിൽ കൂടി ഇതിനകത്ത് 2 സ്ട്രീമാണ് കത്തോലിക്ക സഭ, പ്രത്യേകിച്ച് സർവീസ്. ഇവിടെ കത്തോലിക്ക സഭയുടെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ അഗതികളെ സംരക്ഷണം, അല്ലെങ്കിൽ അതേപോലെയുള്ള വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, ഇങ്ങനത്തെ കുറേ അധികം മിഷൻ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയൊരു സ്ട്രീമുണ്ട്. അതുകൂടാതെ കേരളത്തിലുള്ള സോ കോൾഡ് ഈ ബിഷപ്പോസായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുർബാന ലിറ്റർജിക്കലായിട്ടുള്ള നടത്തിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം. ഈ 2 വിഭാഗവും വന്നു ചേരുന്നത് ഒരു സ്ട്രീമിലേക്കാണ് കത്തോലിക്ക സഭ എന്നുള്ള പേരിൽ. പക്ഷെ ഇത് 2 പേരുടെയും ആ ഒരു നിലനിൽപ്പ്, പ്രവർത്തന രീതി തന്നെ എൻ്റെ ഡിഫറെൻ്റ്. ഈ കഴിഞ്ഞ ദിവസം ഒരു മറ്റേ ഇന്ത്യൻ ബോർഡറിൽ പ്രവർത്തിക്കുന്ന, പഞ്ചാബ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളിലെ ചാർജുള്ള ഒരു അച്ഛൻ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മെയിൻ സിറ്റിയിലാണ്. അവർക്ക് അത്യാവശ്യം ഫണ്ടൊക്കെ, അതായത് നല്ല വെൽ ഓഫായിട്ടുള്ള ഫാമിലീസൊക്കെ അവിടെ മെമ്പേഴ്സായിട്ടുണ്ട്. അവരുടെ നിന്നുള്ള ഈ ദശാംശം പോലുള്ള സംഗതികൾ കിട്ടും. അല്ലെങ്കിൽ അവരുടെ തന്നെ അച്ഛന്മാർ പുറം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അവിടെ ശമ്പളമുണ്ട്. ആ ശമ്പളത്തിൻ്റെ നല്ലൊരു ശതമാനം കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഇതെല്ലാം ഉണ്ട്. പക്ഷേ ഇവിടുത്തെ ഈ പറയുന്ന സ്കൂളുകൾ നടത്തുന്ന ആളുകൾക്കും ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെട്ടാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. എന്നാൽ കൂടി ഗ്രാമപ്രദേശങ്ങളിലുള്ള ഏതെങ്കിലും ഒരു വയസ്സായ സ്ത്രീയോ അല്ലെങ്കിൽ വലിയൊരു രോഗപീഠകൾ അനുഭവിക്കുന്ന ഏതെങ്കിലും കുടുംബത്തിലെ ആളുകൾ വന്നിട്ട് എന്തെങ്കിലും സഹായിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ ചിലപ്പം 10-500 രൂപ എടുത്ത് അവർക്ക് മരുന്ന് വാങ്ങിക്കാനെല്ലാം കൊടുത്തുനിന്നിരിക്കും. അത് ഇവരുടെ പ്രവർത്തനത്തിലെല്ലാം ആകർഷകരായി ഇവർ ചിലപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾ വന്ന് കൂടിക്കോട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. നിങ്ങൾ കൺവേർഷനൊന്നും നമ്മൾ പറയാറുമില്ല, അവരത് ചെയ്യാറുമില്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷേ അവർ പിന്നീട് കുട്ടികളെ വന്ന് സ്കൂളിൽ അഡ്മിഷൻ തരുമോ, അങ്ങനെ അവർ നല്ല രീതിയിൽ നമ്മളായിട്ട് അടുക്കുകയാണ്, ഇവരായിട്ട് അടുക്കുകയാണ്. അടുത്ത് പിന്നെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ ആ മതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകർഷക ഏതെങ്കിലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ അവിടുത്തെ വീട്ടിലാരെങ്കിലും ഇതിലേക്ക് വരികയാണെങ്കിൽ അത് പിന്നീട് ഈ പറയുന്ന പോലെ ഈ മരുന്ന് വാങ്ങിക്കാൻ പൈസ കൊടുത്തു എന്ന് പറയുന്ന സ്ത്രീകളെ കൊണ്ട് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങിച്ചിട്ട് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാക്കി ഇതിനെ മാറ്റും. അതിൻ്റെ എൻറ്റയർ സംവിധാനത്തെ തകർക്കാൻ പാകത്തിനുള്ള സംവിധാനം. എന്നാൽ മറ്റവർ അവിടെ കംഫർട്ടബിൾ ആയിട്ട് അവരുടെ കാര്യങ്ങൾ നടത്തി അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഈ 2 സ്ട്രീമിൻ്റെ ഉള്ള അന്തരം കണ്ടുകൊണ്ട് തന്നെ വേണം ഈ ഒരു വിഷയത്തിനകത്തുള്ള ചർച്ച മുന്നോട്ട് വരാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പം ഈ കേരളത്തിൽ നടക്കുന്ന ഈ ചർച്ചകളെ ഏത് നിലയിലാണ് കാണുന്നത്? നേരത്തെ പറഞ്ഞ ഈ വിഷയങ്ങൾ, അതായത് പ്രത്യേകിച്ച് കത്തോലിക്ക സഭ ആദ്യം പറഞ്ഞ പോലെ
ഇതിൻ്റെ കൺട്രോളിങ് സംവിധാനം എന്ന് പറഞ്ഞാൽ ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു സംവിധാനത്തിന് ഒരിക്കലും നിലനിൽക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം ഈ 22,000 കോടി വരുന്നതിൽ വളരെ 10% താഴെ വല്ലതായിരിക്കുള്ളൂ കത്തോലിക്ക സഭയ്ക്ക് വരുന്നത്. അപ്പോൾ അവർ ഈ പറയുന്ന ഇതിനെ അനുകൂലിക്കുന്ന ആൾക്കാരും ചോദിക്കുന്നത് ഇത്രയും ചെറിയ ഒരു തുക വാങ്ങിക്കുന്ന കത്തോലിക്ക സഭയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഈ ഒരു വിഷയം, മറ്റാളുകൾക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം എന്തുകൊണ്ട് ഈ കത്തോലിക്ക സഭയ്ക്ക് മാത്രം വരുന്നത് എന്നുള്ളതാണ് പ്രധാന ഒരു ചോദ്യം തന്നെയാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ ട്രാൻസ്പെറൻസി ഇല്ല. അതായത് നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ 2009 ചർച്ച് ബിൽ എന്ന് പറഞ്ഞ ചർച്ച് കൃഷ്ണ അതെ 2009 കൊണ്ടുവന്നു. ആ ബില്ലിന്റെ ശരിയായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പം ഇപ്പോൾ ഒന്നും വേണ്ട, നമ്മുടെ ഈ ശബരിമല സ്വർണ്ണ കൊള്ള ഇപ്പം നടക്കുന്ന വലിയ ചർച്ചയാണല്ലോ. അവിടെ നിന്ന് ഇത്ര കിലോ സ്വർണം അവിടെ ദ്വാരപാലക ശില്പങ്ങൾ ഇത് ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത്ര കുറവുണ്ട്, അതാണുള്ള കേസ്. അപ്പോൾ അത് രണ്ടും കണ്ടെത്താനായിട്ടുള്ളൊരു സംവിധാനം അവിടുത്തെ ദേവസ്വം ബോർഡ് സംവിധാനത്തിൽ സ്റ്റോക്ക് മാനേജ്മെൻറ്റും അവിടുത്തെ കണക്കുകളും എല്ലാം കൃത്യമായിട്ടൊരു നിയതമായിട്ടുള്ളൊരു സംവിധാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ടിട്ടാണ് കഴിയുക. അതേസമയം ഒരു കത്തോലിക്ക പള്ളിയിൽ ഒരു ഇതേപോലെയുള്ള കിട്ടുന്ന നേർച്ച കാഴ്ചകൾ പോലെയുള്ള സാധനങ്ങൾ പ്രത്യേകിച്ച് നമ്മളിവിടുത്തെ പല പള്ളികളിലും ഇതേപോലെ ആളുകൾ കൊണ്ടുവന്നിടുന്ന സ്വർണം, വെള്ളി അല്ലെങ്കിൽ അതേപോലെയുള്ള കാഴ്ച വസ്തുക്കളൊക്കെ ഉണ്ടാവും. ഇതിനെല്ലാം സ്റ്റോക്ക് ആര് മെയിൻറ്റെയിൻ ചെയ്യണു, അല്ലെങ്കിൽ ഇത് എത്ര ബാക്കിയുണ്ട്, ഇത് എന്താണ് ഇതിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻ എന്നുള്ളത് ഇവരുടെ ബാലൻസ് ഷീറ്റോ മറ്റോ കാര്യങ്ങളൊന്നും ഇവർ പുറത്തു കൊണ്ടുവരാനായിട്ട് ഇഷ്ടപ്പെടില്ല. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞങ്ങൾ പോകുന്ന പള്ളിയിലെ അച്ഛൻ ഒരു വളരെ സുതാര്യത വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അച്ഛൻ വന്നിട്ട് ആ പള്ളിയിലെ കണക്കുകളെല്ലാം തയ്യാറാക്കി നോട്ടീസ് ബോർഡിൽ ഇടാൻ തീരുമാനിച്ചു. അതിന് നമ്മളത് ഹെൽപ്പ് ചെയ്തു. പുള്ളി അത് എല്ലാ 3 മാസം കൊടുക്കണം പള്ളിയെ നോട്ടീസ് ബോർഡിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ വേറെ ഇതിനേക്കാളും, അതായത് ഫെറോന ലെവലിലുള്ളൊരു പള്ളിയിൽ ഒരു തർക്കം വന്നു. അവിടുത്തെ, അതായത് നാഷണൽ ഹൈവേയുടെ ചേർന്ന് ഏക്കർ കണക്കിന് സ്ഥലമുള്ള ഒരു പള്ളിയാണ്. അവിടുത്തെ ആളുകളും വിശ്വാസികളും അച്ഛനും തമ്മിലുള്ള തർക്കം. അവിടുത്തെ ഒരു പാരിഷ് ഹാൾ പണിതതിൻ്റെ ചിലവിലേക്ക് വന്ന ചിലവ് അച്ഛൻ പറയുന്നത് 1,75,00,000. അവർ പറയണത് അത്രയും വരില്ല. ഇതിനൊരു തർക്കം വന്നു. അങ്ങനെ ആ തർക്കം മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ പോയിട്ടൊരു പോലീസ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ കോടതിയിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈക്കോടതി ഈ പറയുന്ന ഈ 4-5 പേർക്കാണ് ഇതിലെ ഇവർക്കെല്ലാം നോട്ടീസ് അയച്ചു. എന്നിട്ട് പറഞ്ഞ അച്ഛൻ്റെ ജീവനും സ്വത്തിനും തടസ്സം വരാത്ത വിധത്തിൽ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് നിർദ്ദേശം കൊടുത്ത്. അങ്ങനെ അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തു. ഇങ്ങനെ വേറൊരു പള്ളിയിൽ ഈ പറയുന്ന പോലെ ഇത് കണക്കുകളെല്ലാം ഫയൽ ചെയ്യുന്നുണ്ട്, അവിടെ കൊടുക്കാനും ബാധ്യത. കാനോൻ നിയമത്തിലും 1282 തുടങ്ങി 88 വരെ ആ രാജ്യത്തിലുള്ള നിയമം എന്താണോ ആ നിയമം അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് ഇവർക്ക് കൃത്യമായ നിർദ്ദേശം കൊടുക്കണം. അതിന് ഓവർ റൈഡ് ചെയ്തുകൊണ്ട് ഒരു കാനോനും ഇല്ലെന്നുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഇവർ കോടതിയിൽ പറഞ്ഞു, ഞങ്ങൾ അച്ഛൻ്റെ ജീവന സ്വത്തിനൊന്നും ഞങ്ങൾ ഇത് ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ ഇതാണ് ചോദിച്ചിട്ടുള്ളൂ. അപ്പം കോടതി പറഞ്ഞു, ഇത് കൊടുക്കാൻ എന്താ തടസ്സം? അതങ്ങനെ കൊടുക്കാൻ പാടില്ല, അത് കാനൂൻ നിയമപ്രകാരം ഇത് ഭയങ്കര കോൺഫിഡൻഷ്യൽ മാറ്ററാണ് എന്നാണ് പള്ളിയുടെ വാദം. അപ്പോൾ ആ കോടതി വെച്ചു, അങ്ങനെയാണെങ്കിൽ മറ്റവർ ഇടുന്നുണ്ടല്ലോ അത് ചെറിയ പള്ളി ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ കോടതി പറഞ്ഞു, ചെറിയ പള്ളിയും വലിയ പള്ളിയെല്ലാം പള്ളി ഒന്ന് തന്നെയാണ്, അതുകൊണ്ട് അങ്ങനെ ഈ കണക്ക് വന്നപ്പോഴാണ് കാണുന്നത് ഇവിടെ ആ പള്ളിയിൽ നേരത്തെ പറഞ്ഞ 1,75,00,000 രൂപയുടെ ഈ പറയുന്ന പാരിഷ് ഹാളുണ്ട്. അതുകൂടാതെ മ്യൂസിയം, പള്ളി, സ്കൂള്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഏക്കർ കണക്കിന് സ്ഥലം, മറ്റ് കുരിശുപള്ളികൾ, എങ്ങനെ വന്നാലും ഒരു 150 കോടി രൂപയുടെ സ്വത്ത് ഉണ്ടാവേണ്ട ഒരു സ്ഥലത്ത് അവരുടെ ഓഡിറ്റ് ചെയ്ത് ഫയൽ ചെയ്തിരിക്കുന്നത് ബാലൻസ് ഷീറ്റിനകത്ത് 1,26,00,000 രൂപയുടെ ഫിക്സ്ഡ് അസറ്റാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒരു ക്ലോസും കൂടി എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇതിന് മുമ്പുള്ള ഓപ്പണിംഗ് ബാലൻസ് കിട്ടാതെ കൊണ്ടിട്ട് ഇതിൻ്റെ കൃത്യത ഞാൻ ഇതിനകത്ത് പരിശോധിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് എഴുതി. ഈ സാധനമാണ് കൊണ്ടുപോയിട്ട് ഇവർ രജിസ്ട്രാർ ഓഫ് ട്രസ്റ്റിലും മറ്റെല്ലാം ഫയൽ ചെയ്തുകൊണ്ട് ഇവരുടെ രജിസ്ട്രേഷൻ റിന്യൂ ചെയ്തിട്ടുണ്ട്. അത് എത്ര നാൾ പോകാൻ പറ്റും? ഇത് തിരിച്ചറിഞ്ഞത് കൊണ്ടിട്ട് തന്നെയാണ് സെക്ഷൻ 12A രജിസ്ട്രേഷൻ, ഈ റിലീജിയസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് എക്സംഷൻ, ഡൊണേഷൻ എക്സംഷൻ ഉണ്ട്. ആ എക്സംഷനുള്ള പ്രൊവിഷൻ പ്രകാരം ഇവർ രജിസ്ട്രേഷൻ റിന്യൂവൽ കൊടുക്കണം. അത് 2020 ഫൈനാൻസ് ബില്ലിൽ കേന്ദ്ര സർക്കാർ ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നിർബന്ധമായിട്ടും ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കണം. ഇതുവരെ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതൊക്കെ ഓക്കെ, പക്ഷേ ഇനി നിങ്ങളൊരു ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കണം. അതിനകത്ത് കഴിഞ്ഞ 3 വർഷത്തെ ബാലൻസ് ഷീറ്റ് കൂടെ ഫയൽ ചെയ്തുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഇവർക്ക് പ്രശ്നമായി.
ഈ ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ അധികാരി ആരാണോ ആ ആൾക്ക് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം വരും. പഴയ 3 വർഷത്തെ ബാലൻസ് ഷീറ്റിനുള്ള ഉത്തരവാദിത്വം, ഈ പറയുന്ന ഈ കണക്കുകൾ ഇതുപോലത്തെ കണക്കുകളൊക്കെ വരുമ്പോഴത്തേക്ക് സ്ക്രൂട്ടിനി കാര്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വരും. അപ്പം ഇത്തരം പ്രശ്നങ്ങളാണ് കേരളത്തിലെ സഭയെ ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിലെ സഭയെ അലട്ടുന്ന പ്രശ്നങ്ങൾ. ഈ ഒരു പ്രശ്നത്തിനകത്ത് ഈ പറയുന്ന ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾക്ക് ഒരുപക്ഷെ എന്താണ് അവർക്ക് ഈ ട്രാൻസ്പെറൻസി ആയിരിക്കും കൂടുതൽ താല്പര്യം. പക്ഷേ ഇവർ ഈ കുദാശം നിഷേധങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഇവരെ ഭയപ്പെടുത്തിയിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ മറുവശത്തുള്ള മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വലിയ രീതിയിൽ ഇതിൻ്റെ ഒരു വിക്ടിംസ് ആവുകയും ചെയ്യും. ഈ രണ്ട് കോൺഫ്ലിക്റ്റാണ് ഇന്ന് ഇപ്പം നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഈ ട്രാൻസ്പെറൻസിയുടെ പ്രശ്നം ഇപ്പം താങ്കളുടെ പഴയ ലേഖനത്തിൽ തന്നെ ഇത് പറയുന്നുണ്ടല്ലോ. അതായത് ഈ പള്ളി വക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നത് ഒരു മെത്രാൻ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു കൂരിയ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. അല്ലാതെ വേറെ ആർക്കും അതിനകത്ത് കൺട്രോൾ ഇല്ല. അതിൻ്റെ അവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു വ്യവസ്ഥകളും അല്ലെങ്കിൽ ഈ ഒരു സമ്പ്രദായവും മാറുമെന്നുള്ളതായിരുന്നല്ലോ നമ്മുടെ ചർച്ച് ആക്ട് നടപ്പിലായിരുന്നു എന്നുണ്ടെങ്കിൽ. ഒരുപക്ഷെ ഇന്ന് ചർച്ച് ആക്ട് നടപ്പിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തിലേക്ക് ഇവർ വരില്ലായിരുന്നു. അത് 2009 അന്ന് നേരത്തെ പറഞ്ഞ പോലെ നിയമപരിഷ്കാര കമ്മീഷന്റെ ഇത് വന്നപ്പോഴത്തേക്ക് അത് വലിയ രീതിയിലുള്ള റെസിസ്റ്റൻസ് ഈ കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും കത്തോലിക്ക സഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അതെടുത്ത് ഷെൽഫിലേക്ക് മാറ്റി വെച്ചു. പിന്നെ വീണ്ടും അത് 2019 ഈ ഫ്രാങ്കോ വിഷയം പൊങ്ങി വരികയും അതിൻ്റെ ഒപ്പം തന്നെ ഈ മറ്റേ മലങ്കര യാക്കോബൈറ്റ് തർക്കം വന്നപ്പോഴത്തേക്ക് പള്ളി പിടിച്ചെടുക്കൽ പ്രശ്നം സുപ്രീം കോടതിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള തർക്കങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവർ ഈ യാക്കോബൈറ്റുകാർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പറയുന്ന ആളെണ്ണം കണക്കാക്കിയിട്ട് ഞങ്ങൾക്കിടെ പള്ളികൾ തിരിച്ചു കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോൾ ഈ ചർച്ച് ആക്ട് പോലെയുള്ള സംവിധാനങ്ങൾ വരുമ്പോഴത്തേക്കും അതിനകത്ത് എത്ര പേര് മെമ്പേഴ്സ് ഉണ്ട് അവർക്കെല്ലാം വോട്ടിംഗ് റൈറ്റോട് കൂടിയുള്ള ഒരു സംവിധാനം വരും. മാത്രമല്ല ഈ അസറ്റുകൾ അവരുടേതായിട്ട് അപ്പം ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ വീണ്ടും ഈ ഒരു ഇതിന് വേണ്ടിയിട്ടൊരു മൂവ്മെന്റ് പൊങ്ങി വരികയും ഡിസ്കഷൻ വരികയും വീണ്ടും 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഇത് വീണ്ടും പൊടി തട്ടിയെടുക്കുകയുണ്ടായി KT തോമസിൻ്റെ നേതൃത്വത്തിൽ. അപ്പോഴും ഈ സഭ ഇതിനെ എതിർത്തു. അപ്പോൾ ഇത് അവസാനം ഇനിയിപ്പോൾ ഒരു ഗതിയില്ലാത്ത വിധത്തിലേക്ക് ഈ സംഗതി വന്ന് നിൽക്കുകയാണ്. ഇനി ഇവർക്ക് ഇതിനകത്തുനിന്ന് പുറത്തു കിടക്കുക അത്ര എളുപ്പമല്ല. ഇത് നേരത്തെ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇവർ ഇത്രയും ഒരു അപകടത്തിലേക്ക് വരില്ല. ഇതിൽ ഈ കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രധാനമായിട്ടും 2 പോയിന്റുകളാണ് ഉന്നയിച്ചു വരുന്നത്. ഒന്ന്, നേരത്തെ ജേക്കബ് സന്തോഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത് കത്തോലിക്ക സഭയുടെ മാത്രം ഒരു വിഷയമാണെന്നുള്ള ഒരു നിലയിലുള്ളൊരു സാധനവും, പിന്നെ ഏറ്റവും ഇതിൽ എന്താണ് വോക്കലായിട്ട് ഈ കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതും കത്തോലിക്ക സഭയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. പക്ഷേ ഇത് ആ ഒരു വിഷയത്തിലേക്ക് മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. പിന്നെ ഇപ്പോൾ ഈ നിയമത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കണക്ക് കൊടുക്കുന്നതിന് എന്താ ഇത്ര വലിയ ബുദ്ധിമുട്ട്, അത് സുതാര്യമായിട്ട് അങ്ങ് നടത്തിയാൽ പോരാ. അല്ല അത് മാത്രമല്ല ഈ നിയമം വഴി അവർ സർക്കാർ ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. പക്ഷേ അതിൽ രണ്ടിലും ഈ അത് ഭാഗികമായ ഒരു ആർഗ്യുമെൻറ്റുകൾ മാത്രമാവുന്നു എന്നാണ് തോന്നുന്നത്. കാരണം ഒന്ന്, ഈ നിയമം വരുന്നത് അല്ല അവിടെ ഒരു കൃത്യത വരുത്താണ്ട് കണക്ക് കൊടുത്താൽ പോരെ പ്രശ്നമില്ല എന്നുള്ള പോയിന്റ് പറയുമ്പം ഈ പറയുന്ന സെക്ഷൻ 16A പ്രകാരം പറയുന്നത് കണക്ക് നിങ്ങളെല്ലാം കൊടുത്തു, കണക്ക് അക്സെപ്റ്റും ചെയ്തു, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഡിറ്റ് ചെയ്ത കണക്ക് അക്സെപ്റ്റ് ചെയ്തു, എൻ്റെ ഇതുവരെ ഉണ്ടായിരുന്ന എൻ്റെ FCR പ്രവർത്തനം പൂർണ്ണമായിട്ട് സർക്കാർ അംഗീകരിച്ചതുമാണ്. പക്ഷേ എനിക്ക് തുടർന്ന് ആവശ്യമില്ല, ഞാനത് റിന്യൂവൽ ആപ്ലിക്കേഷൻ ഇടുന്നില്ല, എനിക്ക് FCR സറണ്ടർ ചെയ്തു. അപ്പോഴും എൻ്റെ ഈ പറയുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി എങ്ങനെയാണ് എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നത്? ആ ഒരു കാര്യത്തിലേക്ക് അവർ ബോധപൂർവം ചർച്ച കൊണ്ടുവരുന്നില്ല. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്ക്രിഷണറി പവർ ഇപ്പോൾ ചില സ്ഥാപനങ്ങൾ, അതാണ് പ്രത്യേകിച്ചും കത്തോലിക്ക സഭ ഇവിടെയുള്ള ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരെ ഉണ്ടായ പ്രശ്നം, അല്ലെങ്കിൽ മറ്റേ കാന്തമാളിൽ ഉണ്ടായ അവിടെ ഉണ്ടായ റൈറ്റിനോടനുബന്ധിച്ച് സ്ത്രീകളും കന്യാസ്ത്രീകളും ഉൾപ്പെടെ പലരും ബലാത്സംഗത്തിന് ഇരയാവുന്ന പ്രശ്നങ്ങൾ, ഇത്തരം സാഹചര്യങ്ങളെല്ലാം നേരിടുന്ന വലിയൊരു വിഭാഗം മിഷൻ
മിഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ആളുകളുണ്ട്. അപ്പോൾ അവർ അത്തരം സ്ഥാപനങ്ങളെല്ലാം പണ്ട് കാലങ്ങളിൽ ഇതേപോലെ ഏതെങ്കിലും ഒരു ഫണ്ടിൽ കൂടെ വന്നിട്ടുള്ളതാണെങ്കിൽ പോലും അതെല്ലാം തിരിച്ചെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സംവിധാനങ്ങളെല്ലാം നിന്നു പോവുകയും, അപ്പം പലപ്പോഴും ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ അഗതികൾക്കായിട്ടുള്ള ആളുകൾക്കൊക്കെ ഒരു സംരക്ഷണം കൊടുത്തുകൊണ്ട് അവർക്കെല്ലാം ഒരു നല്ലൊരു സാമൂഹിക ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരാനായിട്ടുള്ള ഒരു സംവിധാനം ഈ ഇൻഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കത്തോലിക്ക സഭ മാത്രമായിരിക്കണം എന്നില്ല, പല NGOസും പ്രവർത്തിക്കുന്നുണ്ട്. റെഡ് ക്രോസ് പോലെയുള്ള സംഘടനകൾ, റെഡ് ക്രോസിനകത്ത് ഇപ്പം എല്ലാ മതക്കാരും ഉണ്ടാവാം. അപ്പം അതേപോലെയുള്ള സംഘടനകളും ഉണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാത്തിൻ്റെ പ്രവർത്തനത്തിന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഗവൺമെൻറ്റിന് ഒരു തോന്നുകയാണ് ഇവർ ഇനി ഇവിടെ പ്രവർത്തിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഡിസ്ക്രിഷണറി പവർ പോലെ വന്നുകൊണ്ട് ആ സംവിധാനത്തെ തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അത് പിന്നെ മാത്രമല്ല, ഇന്ത്യയെ പോലുള്ള വളരെ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു രാജ്യമാണല്ലോ. വിവിധ സ്ഥലത്തും പല സംസ്ഥാനങ്ങളുടെയും, കേരളത്തിലെ സാഹചര്യം ആയിരിക്കത്തില്ല ഛത്തീസ്ഗഡിൽ അല്ലെങ്കിൽ ഒഡീഷയിൽ അല്ലെങ്കിൽ ആസാമിൽ. അപ്പോൾ ഇത്തരം വൈവിധ്യങ്ങൾ, പ്രാദേശികമായ വൈവിധ്യങ്ങൾ, പ്രാദേശികമായ ആവശ്യകതകൾ ഇതിനെ ഒന്നും കണക്കിലെടുക്കാതെയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും മെറിറ്റ് ഒരുപക്ഷെ ഈ നിയമം ഒരിക്കലും അല്ലെങ്കിൽ ഇപ്പം പ്രപ്പോസ് ചെയ്തിട്ടുള്ള നിർദ്ദേശിച്ചിട്ടുള്ള ഭേദഗതികൾ ഒരു തരത്തിലും ഉൾക്കൊള്ളുന്നതായിട്ട് തോന്നുന്നില്ല. അതെ, അതാണ് അതിനകത്ത് ഈ ഇതിനനുകൂലിക്കുന്നവർ പറയുന്ന കുറേ അധികം പോയിന്റ്സ് പ്രൈമ ഫേസ് നമ്മൾ നോക്കുമ്പോൾ ശരിയാണ്. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ കണക്ക് കൊടുത്താൽ എന്താണ് കുഴപ്പമുള്ളത്? അപ്പോൾ എല്ലാവരും ആ ഒരു ഇതിലേക്ക് ശ്രദ്ധ അതിലേക്ക് വരും. പക്ഷേ ആ കണക്ക് കൃത്യമായിട്ട് അതാണ് ഈ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു പുരോഹിതൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി FCRA വേണ്ട, ഞങ്ങൾ അത് സറണ്ടറും ചെയ്തു. ഇനി ഇത് വെച്ച് ഞങ്ങൾ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നതിൽ എന്തിനാണ് ഞങ്ങളെ തടയുന്നത്? അത് ഞങ്ങൾക്ക് വിട്ടു തന്നൂടെ, ഞങ്ങളത് നടത്തിക്കൊണ്ട് പോയിക്കോളാം. ഇനി പോട്ടെ 95% ഞങ്ങൾ ഇന്ത്യൻ ഫണ്ടിൽ നടത്തിക്കൊണ്ടുപോയ ഒരു പ്രവർത്തിച്ചുകൊണ്ടുവന്ന ഒരു സ്ഥാപനം അതിൽ 5% ഫോറിൻ ഫണ്ട് വാങ്ങിച്ചു. ശരിയാണ്. ആ ഫോറിൻ ഫണ്ട് ഞങ്ങൾ ഉപയോഗിച്ച് ഇനി ഞങ്ങൾക്ക് ഇനി ഇത് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പീനൽ ക്ലോസ് വെച്ചിട്ട് അത് അതിനുള്ള ഫൈൻ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ ഞങ്ങൾ വിധേയമായിക്കോളാം. പക്ഷേ ഈ സംവിധാനം തകർക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക് അതിൽ വേറെ എന്തോ താല്പര്യം ഉണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അതിന് അവരെ കുറ്റം പറയാൻ പറ്റുമെന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളൊരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഈ നിയമ ഭേദഗതിയെ ചലഞ്ച് ചെയ്തും കൊണ്ട് കോടതിയിൽ പോകാമെന്നുള്ള. അത് ഇതുപോലെ ആർക്കെങ്കിലും എതിരെ നടപടി വന്നു കഴിയുമ്പോഴത്തേക്കും അവർ നേരത്തെ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 300A പ്രകാരം ഉള്ളത് അല്ലെങ്കിൽ റൈറ്റ് ടു റിലീജിയൻ എന്നുള്ള പ്രൊവിഷനൊക്കെ എല്ലാം വെച്ചുകൊണ്ട് പോകേണ്ടി വരുമായിരിക്കും. അതൊരു വലിയ ലോങ് ലിറ്റിഗേഷനിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. അപ്പോഴും ഈ സംവിധാനത്തെ കുറേ നാളത്തേക്കെങ്കിലും കൂച്ചുവലം കെട്ട് നിർത്താനായിട്ടുള്ള ഒരു ആശങ്കയാണ് ഇത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പങ്കുവെക്കുന്നത്.